لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم رب يسر ولا تعسر، رب زدنا علما وعلما وفهما وعقلا وأدبا وإيمانا كاملا، رب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങൾ, മഹത്തായ ഈ മജ്‌ലിസിൽ രണ്ട് സെഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് അല്പസമയത്തിനുള്ളിൽ ചായ കുടിക്കാൻ ടൈമിനെ കാത്തു നിൽക്കുകയാണ്. സമയം ആ ടൈമിലാണ് ഇപ്പോഴുള്ളത്. വിശാലമായിട്ട് ചർച്ച ചെയ്യാൻ ടൈമില്ല. അതുകൊണ്ട് ഇതിനടുത്തത് ക്ലാസ് നടക്കാനുള്ളതൊന്നും കൂടുതൽ ദീപിപ്പിക്കാതെ പെട്ടെന്ന് നിർത്തും. ഇൻഷാ അല്ലാഹ് ഉസൂലുൻ നഹ്വ് എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഉസൂലുൻ നഹ്വ് പല വിജ്ഞാനങ്ങളുടെ പേരുകൾ നാം കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. ഇൽമു സർഫ്, ഇൽമു നഹ്വ്, ഇൽമു തഫ്സീർ, ഇൽമു ഖിറാഅത്ത്, ഇൽമു താരീഖ്, ഇങ്ങനെ തുടങ്ങി പല വിജ്ഞാന ശാഖകളും പല പേരുകളും നമുക്ക് പരിചയമുള്ളതാണ്. പലതും നമ്മൾ കുറെ ഓതിയതാണ്. അതുപോലെ ഉസൂലുൽ ഫിഖ്, ഇൽമുൽ ഫിഖ് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വിജ്ഞാനം തന്നെയാണ് ഇൽമു ഉസൂലുൻ നഹ്വ്. ഉസൂലുൻ നഹ്വുമായി ബന്ധപ്പെട്ട സാധാരണ ഇൽമു നഹ്വ് നമുക്ക് പരിചയമുണ്ട്. ഇൽമു നഹ്വുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർവചനങ്ങളും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നാം നിലവിൽ ഓതുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. നമുക്കറിയാം ഇൽമു നഹ്വ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ നിർവചനം. ഇൽമു നഹ്വ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ ബി അഹ്വാലി അവാഖിരിൽ കലിമി, ഇൽമുൻ യുറഫു ബിഹി അഹ്വാലു അവാഖിരിൽ കലിമി ഇറാബൻ വ ബിനാഅൻ. ഇതാണ് ഇൽമു നഹ്വ്. ഇൽമു സർഫ് എന്ന് പറഞ്ഞാൽ ഇൽമു തസ്രീഫ്, അത്തസ്രീഹു ലുഗത്തൻ അത്തഗ്യീർ. സഞ്ചാരൊക്കെ നമ്മൾ പഠിച്ചത് തസ്രീഫ് എന്ന ലുഗത്തിൽ തഗ്യീർ എന്നാണ്. അഫിസ്തിനാഅത്തി തഹ്വീലുൽ അസ്ലിൽ വാഹിദി ഇലാ അംസിലത്തിൻ മുഖ്തലിഫത്തിൻ ലിമആനി മഖ്സൂദത്തിൻ ലാ തഹ്സുൽ ഇല്ലാ ബിഹാ. ഇതാണ് ഇൽമു തസ്രീഫ്. എന്നാൽ ഉസൂലുൻ നഹ്വ് ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നഹ്വ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉസൂലും കൂടെ നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്.
ഉസൂൽ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ അംബാരി, അതുപോലെ ഇബ്നു ജിന്നി, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ്, ഇവരൊക്കെ ഈ വിഷയവുമായി ഗ്രന്ഥരചന നടത്തിയവരാണ്. ഉസൂലുൽ നഹ്വ് എന്ന വിഷയത്തിൽ ഗ്രന്ഥം രചിച്ചവരാണ്. അപ്പോ ഉസൂലുൽ നഹ്വിന്റെ വിഷയം നോക്കാനും അത് മുത്താല ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇബ്നു ജിന്നിയുടെ ഗ്രന്ഥം ആയ ഖസായിസ്, അതുപോലെ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയുടെ ഇഖ്തിറാഹ് എന്ന ഗ്രന്ഥമൊക്കെ മുത്താല ചെയ്താൽ നന്നായിരിക്കും. പിന്നെ എന്താണ് ഉസൂലുൻ നഹ്വ്? ഉസൂലുൻ നഹ്വ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം തഅരീഫ് മനസ്സിലാക്കുക. ഇൽമുൻ യുബ്ഹദു ഫീഹി അൻ അദില്ലത്തിൻ നഹ്വിൽ ഇജ്മാലിയ മിൻ ഹൈദു അദില്ലത്തുഹു വകൈഫിയത്തി കൈഫിയത്തിൽ ഇസ്തിദ്ലാലി ബിഹാ വഹാലിൽ മുസ്തദില്ലി. ഒന്നുകൂടി പറയാം. ഉസൂലുൻ നഹ്വ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ യുബ്ഹദു ഫീഹി അൻ അദില്ലത്തിൻ നഹ്വിൽ ഇജ്മാലിയ മിൻ ഹൈദു അദില്ലത്തുഹു വകൈഫിയത്തിൽ ഇസ്തിദ്ലാലി ബിഹാ വഹാലിൽ മുസ്തദില്ലി. ഇതാണ് ഉസൂലുൻ നഹ്വിന്റെ നിർവചനം. അഥവാ നഹ്വിന്റെ പൊതു നിയമങ്ങൾ, നഹ്വിന്റെ പൊതുവെയുള്ള നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ശാസ്ത്രം. നഹ്വ് എനിക്ക് ഏതെല്ലാം പ്രമാണങ്ങളാവും? പൊതു പ്രമാണം ഏതെല്ലാം പ്രമാണമാവും? നഹ്വ് ഏതെല്ലാം തെളിവുകളിലൂടെയാണ് അതിന്റെ നിയമങ്ങൾ പിടിച്ചെടുക്കപ്പെടുന്നത്, കണ്ടെടുക്കപ്പെടുന്നത്? അത് എങ്ങനെയാണ് ഈ പ്രമാണങ്ങളെ കൊണ്ട് തെളിവ് പിടിക്കേണ്ടത്? ഇങ്ങനെ ഈ പ്രമാണങ്ങൾ കൊണ്ട് തെളിവ് പിടിക്കുന്ന ആളുടെ സ്വഭാവം എന്തായിരിക്കണം? ഇങ്ങനെയൊക്കെയുള്ള ഒരു ശാസ്ത്രമാണ്, വിജ്ഞാനമാണ് ഉസൂലുൻ നഹ്വ്. അപ്പോ ദലായിലുൻ നഹ്വിൽ നമുക്കറിയാം. ഉസൂൽ ഫിഖ് കൊണ്ട് ഫിഖ് രണ്ടും നാം ഓതി പഠിക്കുന്നതാണ്. ഫിഖ്, ഉസൂൽ ഫിഖ് എന്താ? ദലായിലുൽ ഫിഖ് ഇജ്മാലിയാണ്. ഫിഖിന്റെ ഇജ്മാലിയായ തെളിവുകളാണ് ഉസൂൽ ഫിഖ്. തഫ്സീലിയായ തെളിവുകളല്ല. അഖ്മിസ്സലാത്ത്, നിസ്കാരം നിലനിർത്തണം. ഇന്ന സ്വലാത്ത കാനത്ത് അൽ കിതാബുൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം നിങ്ങൾക്ക് ഫർളായിരിക്കുന്നു, അവരുടെ നിസ്കാരം ഫർളാണ് എന്നിങ്ങനെ വസ്തുനിഷ്ഠമായി ഓരോ പ്രത്യേകമായ തെളിവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് തഫ്സീലിയായ തെളിവ്. അത് ഫിഖ്. അതേസമയം ഏതല്ല? ഉസൂലുൽ ഫിഖ് അല്ല. ഉസൂലുൽ ഫിഖ് എന്ന് പറയുന്നത് ഫിഖിന്റെ തഫ്സീലിയായ തെളിവ് അല്ല, പിന്നെ ഇജ്മാലിയായ തെളിവാണ്. അൽ അംറുൽ വുജൂബി, അംറു വുജൂബിലാണ്. ഇതുപോലെയുള്ള ഇജ്മാലിയായ തെളിവുകളാണ് ഫിഖിന്റെ തെളിവുകൾ. എന്നതുപോലെ നാം പറഞ്ഞു വരുന്നത് നഹ്വിന്റെ ഉസൂല് എന്ന് പറഞ്ഞാലും നഹ്വിന്റെ ഇജ്മാലിയായ തെളിവുകളാണ്, പ്രമാണങ്ങളാണ്. ഏതാണ് നഹ്വിന്റെ ഇജ്മാലിയായ പ്രമാണങ്ങൾ?
ഈ നഹ്വിക്കുള്ള ഇജ്മാലിയായ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് അൽ അദില്ലത്തുൽ ഗാലിബ, അൽ അദില്ലത്തുൽ ഗാലിബ. മറ്റൊന്ന് അൽ അദില്ലത്തു ഗൈറുൽ ഗാലിബ. അൽ അദില്ലത്തുൽ ഗാലിബ എന്ന് പറഞ്ഞാൽ മികച്ച തെളിവുകൾ, സാധാരണ വരുന്ന തെളിവുകൾ, അതാണ് അൽ അദില്ലത്തുൽ ഗാലിബ. ഇത് നഹ്വിന്റെ ഇജ്മാലിയായ തെളിവുകളിൽപ്പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ്, ഒന്നാമത്തതാണ്. എന്നാൽ ഈ അദില്ലത്ത് ഗാലിബയിൽ ഏതാണ് പരിഗണിക്കുക? ഏതാണ് വാജിബത്തായ അദില്ലത്ത്? അൽ അദില്ലത്തുൽ ഗാലിബ എന്ന് പറയുന്നത് അത് 4 തരത്തിലുണ്ട്. ഒന്ന് സമാഅ്, അൽ അദില്ലത്തുൽ ഗാലിബയുടെ ഒരു ഭാഗം ആ ദലീലിൽപ്പെട്ട ഒന്ന് സമാഅ്. മറ്റൊന്ന് ഖിയാസ്, മറ്റൊന്ന് ഇജ്മാഅ്, അടുത്തത് ഇസ്തിസ്ഹാബ് ഹാൽ. അപ്പോ സമാഅ്, ഖിയാസ്, ഇജ്മാഅ്, ഇസ്തിസ്ഹാബ് ഹാൽ, ഇതാണ് അൽ അദില്ലത്തുൽ ഗാലിബയിലെ മുഖ്യ ഘടകങ്ങൾ. ഈ സമാഅ് ആദ്യം പറഞ്ഞു. സമാഅ്, ഈ സമാഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മസ്മൂഅ്, കേൾക്കപ്പെടുന്ന തെളിവുകൾ. അതിൽ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹു തആലയുടെ കലാം ആദ്യത്തെ സമാഅ്. അല്ലാഹുവിന്റെ കലാം ഇത് അടിസ്ഥാനപ്പെടുത്തി നഹ്വിന്റെ തെളിവുകൾ കണ്ടുപിടിക്കുന്നു. അല്ലാഹുവിന്റെ കലാം എന്ന് പറയുമ്പോൾ ഖുർആൻ, അതിൽ കലാമ് എന്ന രീതിയിൽ, അതായത് ശാദായിട്ടും മുത്തവാത്തിറായിട്ടും ഒക്കെ റിവായത്ത് ചെയ്യപ്പെടുന്നത്. മുത്തലക്കൻ, അള്ളാഹിന്റെ കലാം മുത്തലക്കൻ, നിരുപാധികം. അത് സാധാരണക്ക് റിവായത്ത് ചെയ്യപ്പെട്ടാലും മുത്തവാത്തിറായ രൂപത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ടാലും എങ്ങനെ ആയാലും തെളിവാകും. നഹ്വിന്റെ വിഷയത്തിൽ, നഹ്വിന്റെ ലോകത്ത് അത് തെളിവായി വരും. ഖുർആനിയ്യത്ത് തന്നെ വേണമെന്നില്ല. ഖുർആനിയ്യത്തിനിക്ക് തവാത്തുറാണ്. മുത്തവാത്തിറായ പുറത്ത് വന്നാലേ ഖുർആനാവുള്ളൂ. അപ്പൊ അല്ലാഹുവിന്റെ കലാമ് എന്ന വിഷയത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ടാൽ തന്നെ അത് മുത്തവാത്തിറായാലും ആഹാദായാലും ശാദായാലും എങ്ങനെ വന്നാലും ശരി, അത് നഹ്വി രംഗത്ത് തെളിവായി ലഭിക്കുന്നതാണ്, തെളിവാകുന്നതാണ്. മറ്റൊന്ന് കലാമുൻ നബി, ഇതാണ് സമായിലുള്ള മറ്റൊന്ന്. കലാമുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലാം. ഇതും നഹ്വി വിഷയങ്ങളിൽ തെളിവായിട്ട് വരും. നബിയുടെ കലാം. അപ്പൊ നബിയുടെ കലാം ഏത്? അതിൽ മൗദൂആയതോ അതല്ലെങ്കിൽ മർദൂദായതോ ഒന്നും അതിന് പറ്റുകയില്ല. ഹദീസിൽ അതേ സമയത്ത് മഖ്ബൂലായ, സ്വീകാര്യമായ, അതിൽ നിന്ന് തന്നെ മാന കൊണ്ടുള്ള റിവായത്ത്, ലഫ്ദ് കൊണ്ടുള്ള റിവായത്ത്, ഇങ്ങനെ 2 ഇനമുണ്ട്. മാന കൊണ്ട് റിവായത്തും ലഫ്ദ് കൊണ്ടുള്ള റിവായത്തും. മാന കൊണ്ടും റിവായത്ത് ചെയ്യാവുന്ന മഖ്ബൂലിന്റെ ഇനം തന്നെയാണ് മാന കൊണ്ടുള്ള റിവായത്ത്. എന്നാൽ ഇവിടെ നമുക്ക് നഹ്വിൽ തെളിവാകുന്നത് മാന മുഖേന റിവായത്തല്ല, ലഫ്ദ് മുഖേന വരുന്ന റിവായത്താകുന്നു. ഹദീസിന്റെ ലഫ്ദ് മുഖേന വരുന്ന റിവായത്ത്, ആ റിവായത്ത് പ്രകാരം വരുന്നത് നഹ്വിലേക്ക്, നഹ്വി വിഷയത്തിൽ തെളിവായിട്ട് പിടിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ
കലാമുൽ അറബ് സമായൽ ഒന്ന് കലാമുല്ലാഹി, രണ്ടാമത് കലാമുൽ നബി. അപ്പൊ കലാമുല്ലാഹി ഏതാക്കിയാൽ പറഞ്ഞു മുത്തലക്കൻ കലാമുല്ലാഹി തെളിവാക്കാൻ പറ്റും. അത് നബിന്റെ കലാമിൽ നിന്നും മായന കൊണ്ട് റിവായത്ത് ചെയ്യപ്പെടുന്നതല്ല, ലഫ്ലുകൊണ്ട് റിവായത്ത് ചെയ്യുന്നതാണ് തെളിവായി പിടിക്കുക. പിന്നെ കലാമുൽ അറബ്, അതും സമായിൽപ്പെട്ട അറബികളുടെ കലാം, അതും നഹ്വിനെ ആസ്പദമാക്കാവുന്നതാണ്, ഉസൂൽ ചർച്ച ചെയ്യുന്നതാണ്. അതായത് കലാമുൽ അറബ്, അറബികളുടെ കലാം എന്ന് പറയുമ്പോൾ എല്ലാ ഗോത്രക്കാരും ഏത് ഗ്രാമവാസികളായിരുന്നാലും അല്ലെങ്കിൽ അറബ് ലോകത്തേക്ക് വന്ന് കടന്ന് സംസാരിച്ച് അറബിയായി വന്നാലും എല്ലാം പറ്റുമോ? ഇല്ല. അറബികളുടെ കലാം എന്ന് പറയുന്നത് അതിൽ ചില തെർത്തീവുകളുണ്ട്, നിയമം തെർത്തീവ് അനുസരിച്ച് അത് പറ്റുള്ളൂ. അതായത് ഖൈസ്, തമീം, അസദ്, ثم هذيل ثم بعد الكنانة ثم بعد الطائعين. ഖൈസ് ഗോത്രക്കാർ, തമീം ഗോത്രക്കാർ, അസദ് ഗോത്രക്കാർ. അത് കഴിഞ്ഞാൽ പിന്നെ ഹുദൈൽ, പിന്നെ ബഅദുൽ കിനാന, പിന്നെ ബഅദുൽ ത്വായിഈൻ. ഇങ്ങനെ ഇവരിൽ നിന്ന് വരുന്ന ഇപ്പാത്തായിരിക്കണം. ഇതാര് പറയണം? അഹ്ലുൽ കൂഫ വൽ ബസറ. കൂഫ ബസറയിലെ അഹ്ലുകാർ. കൂഫക്കാർ ബസറക്കാർക്ക് നമുക്ക് പരിചയമുണ്ടല്ലോ, കൂഫക്കാർ ബസറക്കാരല്ല. അപ്പൊ അഹ്ലുൽ കൂഫത്തി വൽ ബസറ, കൂഫയിലെയും ബസറയിലെ അഹ്ലുകാർ എന്ത് ചെയ്യണം? ഇവരെ തൊട്ട് ധരിക്കണം. ഇത് ഖൈസ് ഗോത്രക്കാരാണെന്നോ, അത് ഈ കൂഫ ബസറയിൽ സ്വീകാര്യരായ അവൻപ്പെട്ട ആളുകൾ ഖൈസിൽ നിന്ന്, തമീമിൽ നിന്ന്, അസിൽ നിന്നോ, ഹുദയിൽ നിന്നോ, പിന്നെ ബഅദുൽ കിനാനിൽ നിന്നോ, ബഅദുൽ ത്വായികളിൽ നിന്നോ ഒക്കെ ഏതാവണം, നക്കൽ ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴാണ് ഏതാവുന്നത്, അത് സ്വീകാര്യമാകുന്നത്. എന്നല്ലാതെ എല്ലാ അറബി ഗോത്രക്കാരുടെയും അറബി ഗോത്രങ്ങളുടെയും കലാമ് നഹ്വിലേക്ക് ആസ്പദമാക്കാൻ, ഉസൂലാക്കി കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നത് നാം മനസ്സിലാക്കണം. അപ്പോ പറഞ്ഞു വന്നത്, നമ്മള് ഉസൂൽ നഹ്വ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദില്ലത്തുൽ ഇൽമ യുവാദു ബി അദില്ലത്തിൻ നഹ്വി ഇജ്മാലിയ. നഹ്വിന്റെ ഇജ്മാലിയായ തെളിവുകളെ അധികരിച്ച് തെളിവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഇൽമാണ്. അപ്പൊ ഇജ്മാലിയായ തെളിവാണെന്ന് പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്? തഫ്സീലിയായ തെളിവുകളല്ല. തഫ്സീലിയായ തെളിവുകൾ ഉസൂലുൻ നഹ്വ് അല്ല, അതേസമയം അത് നഹ്വാണ്. ഇപ്പോ ചില ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണം നമുക്കൊക്കെ പരിചയമുള്ള, തഖ്വീൻസാനൊക്കെ പഠിച്ചു തരുന്നതാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ പരിചയമുള്ള വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമി. ഇത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമി എന്ന ഖിറാഅത്ത്, വൽ അർഹാമി എന്നും വൽ അർഹാമ എന്ന ഖിറാഅത്തുണ്ട്. അവിടെ വൽ അർഹാമി എന്ന ഖിറാഅത്ത് വെച്ച് ചിലർ പറഞ്ഞു എന്താവാ, മജ്റൂറായ ദമീറിന്റെ മേലിൽ ലാഹിറായ ഇസ്മിനെ അത്ബ് ചെയ്യുമ്പോൾ മഅ്തൂബിൽ ജാറായ ഹർഫിനെ മടക്കേണ്ടതില്ല. മജ്റൂറായ ദമീറിന്റെ വത്തഖുല്ലാഹി തസാഅലൂന ബിഹി ആണിപ്പോൾ ബിഹി എന്ന് പറഞ്ഞ ബാ കൊണ്ട് മജ്റൂറായ ദമീറാണ് ഹി എന്നുള്ളത്. ആ ദമീറിനൊക്കെ അത്ബാണ് വൽ അർഹാം. അവിടെ വബിൽ അർഹാമി പറഞ്ഞിട്ടില്ല, വൽ അർഹാമി എന്ന പറഞ്ഞിരിക്കുന്നത്. ആ മജ്റൂറായ ദമീറിന്റെ മേൽ ലാഹിറായ ഇസ്മിനെ അത്ബ് ചെയ്താൽ ജാറിനെ, ഈ ഹർഫിനെ മഅ്തൂബിൽ മടക്കേണ്ടതില്ല. അതിന് തെളിവാണ് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാമി എന്ന ഖിറാഅത്ത്. എന്നിട്ട് ഇതിപ്പോ ഒരു ഖാസായ ഉദാഹരണം, ഒരു തഫ്സീലിയായ ഉദാഹരണം.
ഈ ഉദാഹരണം വെച്ചുകൊണ്ട് നിയമം പറയാം. ഇത് നഹ്വാണ്. എന്തല്ല ഉസൂൽ നഹ്വല്ല. ഉസൂൽ നഹ്വ് എന്താ? അത് ഖുർആൻ. മൊത്തത്തിലാണ് ഖുർആൻ. ഇത് നഹ്വിന് തെളിവാകുമോ ഇല്ലയോ? ഹദീസ് നഹ്വിന് തെളിവാണോ അല്ലേ? കലാമുൽ അറബ് നഹ്വിന് തെളിവാണോ അല്ലേ? ഏതൊക്കെയാണ്, എങ്ങനെയാണ്, ഏതൊക്കെ രൂപത്തിലാണ്? ഇജ്മാഅ്, ഖിയാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിലുള്ളതാണ് ഉസൂലുൻ നഹ്വ്. എന്നല്ലാതെ ഖാസായ തഫ്സീലിയായ ഒരു ഉദാഹരണത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ചയല്ല. അപ്പൊ ഇങ്ങനെയുള്ള തഫ്സീലിയായ ഒരു ഉദാഹരണമാണ് എന്ന് തോന്നുന്നത്. മറ്റൊരു ഉദാഹരണമാണ്, ഇത് നഹ്വാണ്, ഉസൂലുൻ നഹ്വല്ല. മറ്റൊരു ഉദാഹരണമാണ് ജസാ റബ്ബുഹു അന്നി അദിയ ബിൻ ഹത്തിമി ജസാഅൽ കിലാബിൽ ആമിയാതി വഖദ് ഫുഇൽ. മൽബിയൊക്കെ പറഞ്ഞു എന്ത്? വശാനഹു ഖറബ്ബാഹു ഉമർ വസവനഹു സാനനഹു ശജർ. അവന്താ ജസാ റബ്ബുഹു അന്നി, ജസാ റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ്. ആരുടെ റബ്ബ്? അദീ ഇബ്നു ഹാത്തിമിന്റെ റബ്ബ് ജസാ നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ജസാ നൽകട്ടെ. അന്നി എന്റെ എന്ന് തൊട്ട് അദീ ഇബ്നു ഹാത്തിമി, അദീ ഇബ്നു ഹാത്തിമി, അദീ ഇബ്നു ഹാത്തിമിക്ക് ജസാ നൽകട്ടെ. അവർ നമ്മളെ കണക്ക് അവിടെ ബൈത്തൊന്നും ജസാ കിലാബിലാവിയാതി വന്നു പോയിട്ട് അപ്പമക്കലല്ല. ഇവിടുത്തെ വിഷയം പറയുന്നത് ജസാ റബ്ബുഹു, റബ്ബുഹു എന്നത് ലഫ്ളൻ വറുത്ബത്തൻ വഹുക്മൻ വിദ്യയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഏതാണ്? ശേഷം പറഞ്ഞ അദീ ഇബ്നു ഹാത്തിമിലേക്കാണ് റബ്ബുഹു എന്ന പേര് മടങ്ങിയിരിക്കുന്നത്. ലഫ്ളൻ വറുത്ബത്തൻ വഹുക്മൻ വിദ്യയിലേക്ക് വമീറാണ് പാടില്ലാന്നല്ലേ, മർജിയിലേക്ക് മുണ്ടണമല്ല. എന്നാൽ പറ്റും, അങ്ങനെയും പറ്റും എന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ബൈത്തുകൾ, ശാരദ ബൈത്തുള്ള വ്യക്തി പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, തിയേറ്ററിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു തഫ്സീലിയായ മിസാലാണ് ശേഷമുള്ള അദിയിലേക്ക് മടങ്ങുന്നു. ആ അദീ എന്ന് പറഞ്ഞ ശേഷം പറയാൻ പോകുന്നതാണ് ഈ വമീറിന്റെ മർജി മുന്തിയിട്ടില്ല, ഹിന്ദിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയും വരാൻ വമീർ മടക്കാൻ ബൈത്തുൽ പോലൊക്കെ പറ്റും എന്നതിന് അത് തെളിവായി. പിന്നെ മറ്റൊരു ഉദാഹരണം, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. വേറൊരു ഉദാഹരണം, ഇന്ന ഇദ്ദത്തശ്ശുഹൂർ, തീർച്ചയായും, അതായത് തമീസുൽ മുഅക്കിദ്, മുഅക്കിദായ തമീസ്, ഇത് പറ്റുമോ? ഈ തമീസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? മുമ്പുള്ള കലാമിൽ നിന്നും ഉണ്ടായ അവ്യക്തത അത് നീക്കാനാണ് തമീസ് വരുന്നത്. അപ്പോൾ ആ തമീസ് അവ്യക്തത നീക്കുന്നതാണ്. നമ്മിലെ മുഅക്കിദായ തമീസ് വേണോ? പറ്റൂലേ എന്നുള്ളതിൽ ഏതുണ്ട്? ഇവർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് ഈ വിഷയം. തമീസും പറ്റുമോ? ചിലവർ പറ്റുകയില്ല. എന്നാൽ പറ്റും എന്ന് പറയുന്നവർ തെളിപിടിച്ചതാണ് ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂർ, തീർച്ചയായും മാസങ്ങളുടെ എണ്ണം, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ 12 ആണ്. അപ്പൊ ഈ 12 പറഞ്ഞാൽ പിന്നെ പോലെ മാസങ്ങളുടെ എണ്ണം 12 പറഞ്ഞത് മനസ്സിലായല്ലോ. എന്താണ് ഈ 12? എന്താണ് ആ മാസം? പിന്നെ ശഹ്റൻ എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞില്ലേ. അപ്പം അക്കിലായ തമീസ് പറ്റും. അല്ലാഹുവിന്റെ ഖൗല് തെളിവാണ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ.
ഇങ്ങനെ. അതുപോലെ ഒരു കാര്യം പറയാം. ഒരു ഏത് പിന്നെ കവിത തുഅയ്യിറുനാ അന്നാ ആലത്തു വനഹ്നു സ്വആലികു വഅൻതും മുലൂകാ എന്ന് പറഞ്ഞാൽ തുഅയ്യിറുനാ അന്നാ ആലത്തു നാം ദരിദ്രരാണ് എന്ന് നമ്മെ ഒരു ഐബിലേക്ക് ചേർക്കുന്നു, ഒരു തകരാറിലേക്ക് ന്യൂനതയിലേക്ക് ചേർക്കുന്ന നാം ദരിദ്രരാണെന്നുള്ളത്. ഇവിടെ പറഞ്ഞു വരുന്നത്, അതായത് മുബുദ്ധതയിൽ നിന്ന് ഹാല് വരാമോ, മുബുദ്ധതയിൽ നിന്ന് ഹാല് വരാൻ പറ്റുമോ? ഇതും കൂഫ ബസറ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. എന്നാൽ വരാൻ പറ്റുകയില്ല എന്ന് ചിലർ പറയുമ്പോൾ മറ്റു ചിലർ മൂർത്തതയിൽ നിന്ന് ഹാല് വരാൻ പറ്റും, അനുവദനീയമാണെന്ന് പറയുന്നു. ഇതുപോലെ ഇവിടെ നഹ്നു സ്വആലികു അൻതും മുലൂക എന്നുള്ളടുത്ത് മുലൂക്കൻ എന്നത് നഹ്നു എന്ന മൂർത്തതയിൽ നിന്ന് ഹാലായിട്ടുണ്ട് എന്നതുപോലെ എന്ന് പറയുന്നു. ചുരുക്കത്തിൽ എന്താ പറഞ്ഞു വന്നത്? തഫ്സീലിയായ തെളിവുകൾ ഇതൊക്കെ നഹവാണ്. അതേസമയം ഇത് ഉൾക്കൊള്ളുന്ന ഇത്തരം ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആൻ, ഹദീസ്, കലാമുൽ അറബ്, ഇജ്മാ, ഖിയാസ്, ഇസ്തിസ്ഹാബ് ഹാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഏതൊക്കെയാണ് നമ്മുടെ നഹവിൽ അടിസ്ഥാനമായി ഉസൂലിൽ ചർച്ച ചെയ്യുന്നത്? ഇതാണ് ഉസൂലുൻ നഹവ്. നഹവിന്റെ ഉസൂലായിട്ട് പറയാനുള്ളത് നഹവിന്റെ ഇജ്മാലിയായ തെളിവുകൾ, അത് തെളിവുകൾ എന്ന രൂപത്തിലാണ്, എന്ന വിധത്തിലാണ്. മീൻ ഹൈസു അതിന്റെ തെളിവുകൾ എന്ന രൂപത്തിലാണ്. അപ്പൊ അതിൽ വാജിബായ തെളിവുകളുണ്ട്, വൈറ് വാജിബായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ വാജിബിലാണ് സമാഅ്, ഖിയാസ്, ഇജ്മാഅ്, ഇസ്തിസ്ഹാബ് ഹാൽ എന്ന് പറഞ്ഞു. ഈ സമാഅ് പറഞ്ഞു, കലാമുല്ലാഹി പറഞ്ഞു, കലാമുൽ നബി പറഞ്ഞു, കലാമുൽ അറബ് പറഞ്ഞു. ആ കലാമുൽ അറബിൽ എല്ലാവരും പറ്റൂല എന്ന് പറഞ്ഞു, പറ്റുന്ന ആളുകൾ പറഞ്ഞു, അതേ പറ്റുള്ളൂ. ഇനി ഏതാണ്ട് അടുത്തത് പറയാനുള്ളത് ഖിയാസ് അല്ലേ? സമാഅ്, ഇജ്മാഅ്, ഖിയാസ്. ഇനി അടുത്ത ഏതെങ്കിലും പറയാം ഇജ്മാഅ്. ഇജ്മാഅ് മറ്റൊന്നാണ് ഇജ്മാഅ്. ഈ ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇജ്തിമാഅ് മുജ്തഹിദുൽ എന്ന് പറഞ്ഞാൽ ഇജ്തിമാഅ് മുജ്തഹിദുൽ എന്ന് പറഞ്ഞാൽ അതല്ല. ഇവിടെ ഇജ്മാഅ് നഹവിന്റെ ലോകത്ത് ഇജ്മാഅ് എന്ന് പറഞ്ഞാൽ ഇജ്മാഅ് അഹ്ലുൽ ബലദൈൻ അൽ കൂഫ വൽ ബസറ, അഹ്ലുൽ കൂഫയുടെയും അഹ്ലുൽ ബസറയിലെയും പണ്ഡിതന്മാരുടെ ഇജ്മാഅ്, കൂഫയിലെയും ബസറയിലെയും പണ്ഡിതന്മാരുടെ ഇജ്മാഅാണ് ഇവിടെ ഇജ്മാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവര് കൂഫ ബസറയിലെ അനേക പണ്ഡിതന്മാർ അവരുടെ ആ പണ്ഡിതന്മാർ വിഷയത്തിൽ യോജിച്ചാൽ, അത് അവരുടെ വിഷയത്തിൽ തർക്കത്തിലായാൽ, ഇതാണ് ഏക അഭിപ്രായം, ഇതാണ് ഇജ്മാഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടു കൂട്ടർ യോജിച്ച അഭിപ്രായം പറഞ്ഞാൽ അത് തീർപ്പ് തന്നെയാണ് ഇജ്മാഅ്. അതുപോലെ ഈ ഖിയാസ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഇബ്നുൽ അംബാരി എന്ന് പറഞ്ഞ പ്രകാരം അത് പറയുന്നു നഹവിന്റെ തെളിവുകളിൽ അധികവും ഖിയാസാണ്, ഖുർആനല്ല, ഹദീസല്ല, ഹദീസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ഹദീസ് അതല്ല, ഖുർആനല്ല, കലാമുൽ അറബല്ല, ഖിയാസ്. ഇതാണ് എന്ന് ഇബ്നുൽ അംബാരിയെ പോലുള്ള മഹാന്മാർ എഴുതി വെക്കുന്നു. അവർ പറയുന്നു നഹ്വ് എന്ന് പറഞ്ഞാൽ തുടരപ്പെടുന്ന
ഖിയാസ് മാത്രമാണ്. അപ്പൊ ഏതുപോലെ നമ്മൾ ഉദാഹരണം പറയാം, ഖിയാസ് ഇപ്പോ നായിബ് ഫായിലിന് ഖിറാബ് റഫ്ആണ്. നായിബ് ഫായിലിന് ഖിറാബ് റഫ്ആണ്. എന്താ തെളിവ്? ഖുർആനല്ല, അല്ലെങ്കിൽ ഹദീസ് അല്ല. ഹദീസ് ഖുർആനൊന്നും ഇല്ലാന്നല്ല അതിനർത്ഥം. ഇത് തെളിവ് പിടിക്കുന്നത് ഏതുകൊണ്ട് ഈ ഖുർആനിൽ നായിബ് ഫായിലില്ലാന്നോ അല്ലെങ്കിൽ ഹദീസ് ഇല്ലാന്നോ എന്നൊന്നല്ല ഇതിനർത്ഥം. ഇവിടെ ഇസ്തിദ്ലാൽ ചെയ്യുന്നത് അത് ഖിയാസാണ്. കാരണം ഫായിലിന് ഖിറാബ് റഫ്ആണ്. അപ്പൊ അതിന് ഖിയാസാക്കി നായിബ് ഫായിൽ. നമ്മൾ പറയാം ഖിയാസ് നമുക്കറിയാം, ജമ്മൽ ജാമിഅ പോലുള്ളവർക്ക് ഖിയാസ് ഒരു ഖിയാസ് സമ്പൂർണ്ണമാണെങ്കിൽ അസ്ല് വേണം, ഫറഅ് വേണം. അതുപോലെ തന്നെ ഇല്ലത്ത് ജാമിഅ വേണം. ഹുക്മ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഖിയാസ് പൂർത്തിയാകുക. എന്നതുപോലെ ഇവിടെ ഖിയാസ്, ഇവിടെ മസാലിക്കുൽ ഇല്ലത്ത്, ഇവിടെ ഖിയാസിന്റെ ഈ നഹ്വില് ഖിയാസ് പറയുമ്പോൾ അവിടെയും മസാലിക്കുൽ ഇല്ലത്തും ഖവാദിഉൽ ഇല്ലത്തൊക്കെ അവിടെയുണ്ട്. അത് ഇതൊക്കെ എത്തിനോട്ട് നോക്കി പോവാണ്. ഒന്ന് പറഞ്ഞ ഏറ്റവും വായിച്ചു നോക്കി അറിയാം. ചാടിക്കാവിലേക്ക് കത്തിക്കുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിഷയം നീട്ടി പറയാൻ സമയമല്ലേ. പിന്നെ നമ്മളെല്ലാവർക്കും നോക്കിയിരുന്നേ ഉള്ളൂ. നഹ്വ് എന്ന് പറയുമ്പോൾ സാധാരണ നോക്കിപ്പോയിരുന്ന സംഗതിയാണ്. നഹ്വ് എന്ന് പറയുന്നത് കേട്ടോ, അത് ഒന്നുണ്ട്, ഇത് പരിചയപ്പെടുത്തി തരിക. അതോടുകൂടെ നമ്മളൊക്കെ മുത്താല ചെയ്യാൻ തയ്യാറാകുക എന്ന് ഓർമ്മപ്പെടുത്തുക. എല്ലാവരും മുത്താല ചെയ്യാൻ അറിയാം. നമ്മൾ എല്ലാവരും മുത്താല ചെയ്യാൻ അത്ര വിഷയങ്ങളൊക്കെ ഇറങ്ങി മുത്താലയാണ്. നഹ്വ് സാധാരണ നമ്മളിങ്ങനെ തത്വവിധാനം ഓതിയാനെ പോവും, അങ്ങനെ ഓതി പോവും. അതെന്നെ ഇറങ്ങി കിട്ടിയിട്ട് അറിയില്ല, നായി പഠിക്കുവാൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ അധികം ഉണ്ടാകുക. എന്താ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, മൊത്തത്തിൽ അങ്ങനെയാണ് അറിയാം. അപ്പൊ ചുറ്റി പറഞ്ഞ ഇറാവ് തീർക്കുകയാണ്. നമ്മൾ സാധാരണ നഹ്വിന്റെ ആ തഫ്സീലിയായ തന്നെ മനസ്സിലാക്കണില്ല. ഇപ്പോ ഇങ്ങനെയൊക്കെ സംഗതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതൊക്കെ നോക്കാനും മനസ്സിലാക്കാനും പ്രചോദനം നൽകുകയാണ് പെടുന്നത്. അല്ലായിക്കുന്ന ആയത്തിന്റെ ഹക്കിക്കും കടന്നൊന്നും പറയുന്നില്ല, കുറച്ച് മാതിരി സൂചനകൾ മാത്രം നൽകി പോവുകയാണ്. അപ്പോ ഇത് ചെയ്യണം. ഇപ്പൊ ഹുക്കം എന്താണ്? വായിക്ക് ഇറാവ് ഹുക്കം, വായിന്റെ ഇറാവ് എന്നാണ്. ആ ഹുക്കുമില് നായിബ് ഫായിൽ ഖിയാസാക്കി. ഇസ്നാദ് രണ്ടിലുണ്ട്. ഫായിലേക്ക് ഇസ്നാദ് ഉള്ളത് പോലെ നായിബ് ഫായിലേക്ക് ഇസ്നാദുണ്ട്. അപ്പൊ ആ നിരക്ക് എന്ത് ചെയ്തു? ഖിയാസ് ഹുക്കുമ് നായിബ് ഫായിലേക്ക് ഈ ഫായിന്റെ ഹുക്കും കൊടുത്തു. രണ്ടും മർഫൂആണ്, രണ്ടിലേക്ക് പോലെ ഹുക്കും തന്നെയാണ് എന്നിങ്ങനെ ഫായിലിനോട് നായിബ് ഫായിലിനെ ഖിയാസാക്കി ഫായിലിന്റെ വിധി. അവിടെ അസ്ലുണ്ട്, ഫറഉണ്ട്. അസ്ലേതാ? ഫായിൽ ഫറഅ് നായിബ് ഫായിൽ ഇല്ലത്ത് ഹുക്മ് റഫ്അ്. മനസ്സിലായോ? ഇല്ലത്ത് എന്താണ്? ഇസ്നാദ്. ഫായിലിലേക്ക് ഇസ്നാദ് ഉള്ളതുപോലെ ഏതിലേക്ക് ഇസ്നാദ് ഉണ്ട്? നായിബ് ഫായിലിലേക്ക് ഇസ്നാദ് ഉണ്ട്. ഇല്ലത്ത് ജാമിഅ. അപ്പൊ ഈ ഇല്ലത്ത് ഏതൊക്കെ പറ്റും? ഇതിൽ മസാലിക്ക് ഇല്ലത്ത് എന്തൊക്കെ ഖവാദിയിൽ ഒക്കെ ഇവിടെ ചർച്ച വരും. അതുപോലെ നേരത്തെ പിന്നെ നമ്മള് ഇജ്മാഇന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ ഖിയാസാണ് പറഞ്ഞത്. നേരത്തെ ഇജ്മാഇ പറഞ്ഞല്ലോ. ഇജ്മാഇൽ തന്നെ ഹർക്കുൽ ഇജ്മാഇ പറ്റുപറ്റൂല ചർച്ച അതും വരും. ശരീഅത്തിലും ഹർക്കുൽ ഇജ്മാഇ പാടുന്നത് നിഷിദ്ധാണ്. എന്നാൽ ഇവിടെ ഹർക്ക് പറ്റുപറ്റൂല ചർച്ച അതിലും വരുന്നുണ്ട്. ഉസൂലിലെ കിതാബ് കൂടെ നോക്കിക്കോളി, കിതാബ് അപ്പൊ ഇതൊക്കെ കിട്ടും. ഇപ്പൊ എല്ലാം കൂടി ചർച്ച ചെയ്യാൻ ഞാനില്ല. അപ്പൊ അതുകൊണ്ട് അയക്കുന്ന വിഷയം പ്രദർശിക്കുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാല് ഇത് കുറഞ്ഞ സമയമേ ഉള്ളൂ. പിന്നെ അടുത്തത് ഇസ്തിസ്ഹാബു ഹാൽ. ഇസ്തിസ്ഹാബു ഹാൽ ഇതാണ് അദില്ലത്ത് ഗാലിബയിലെ നാലാമത്തെ ഇനം. സമാഅ്, ഇജ്മാഅ്, ഖിയാസ്, ഇസ്തിസ്ഹാബു ഹാൽ. ഇസ്തിസ്ഹാബു ഹാൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ തുടർത്തുക. എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ തുടർത്തുക എന്ന് പറഞ്ഞാൽ ഇസ്മിന്റെ അസ്ൽ എന്താണ്?
മുഹറമായിരിക്കലാണ്, ഏറാവാണ്. അസൽ അങ്ങനെ അൽ അസുൽ അസുലമെന്ന് ചോദിക്കില്ല. അസൽ അങ്ങനെയാണ്. അസുല് ഇസ്മിന്റെ അസുല് ഏറാവാണ്. ഏതുവരെ ബിനായിന്റെ ദലീൽ എത്തിക്കപ്പെടുന്നത് വരെ. ദലീലും ബിനാവിന് വേണമെന്നാണ് നമുക്കറിയാലോ. അപ്പൊ അറബിനോട് ശബഹ് ഉണ്ടാകുമ്പോഴാണ് ഏതുണ്ടാവുക? ബിനാവ് വരിക. അപ്പൊ ഒന്നുകിൽ വദഇയായ ശബഹ്, അല്ലെങ്കിൽ മാനവിയായ ശബഹ്, ഇസ്തിമാലിയായ ശബഹ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ശബഹുകൾ വരുമ്പോഴാണ് ബിനാവ് അല്ലേ? അപ്പൊ ഈ ബിനായി ശബഹ് ബിനായി തെളിവെത്തിക്കുന്നത് വരെ ഇസ്മ് മുഅറബാകലാണ് അസ്ല്. ഇസ്മിനുള്ള അസ്ല്. അപ്പൊ ഇസ്തിസ്ഹാബ് ഹാൽ, ആ ഹാലിനെ തുടർത്തുക, നിലവിലുള്ള അവസ്ഥയെ തുടർത്തുക. ഇതാണ് ഏത്? ഇതുപോലെ ഒരു സാമ്പിൾ പറഞ്ഞാണ് ഇസ്തിസ്ഹാബ് ഹാൽ. ഇതൊക്കെ നമുക്ക് നഹ്വിന്റെ ഇജ്മാലിയായ തെളിവുകൾ കൂട്ടത്തിൽ എണ്ണുമ്പോൾ അതിൽ വാലിബായ ദലീല് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വാലിബായ അതില്ലത്തിൽ വാലിബായ ദലീലുകളായി പറഞ്ഞത്. അതൊക്കെ ഒരു സാമ്പിൾ പറഞ്ഞാണ് ഏകദേശം. എന്നാൽ മറ്റുള്ള അതില്ലത്ത് വൈറൽ വാലിബായ ഏതുണ്ട്? അതില്ലത്തുകൾ തെളിവുകൾ. വൈറൽ വാലിബ മികച്ചതല്ലാത്തത്. ഏതുപോലെ അൽ ഇസ്തിദ്ലാലു ബിബയാനിൽ ഇല്ലത്തി, അൽ ഇസ്തിദ്ലാലു ബിൽ അക്സ്, അൽ ഇസ്തിദ്ലാലു ബിഅദമിൻ നദീർ, അൽ ഇസ്തിദ്ലാലു ബിഅദമിൻ ദലീലി അല ശൈഇ الاستدلال بعدم الدليل في الشيء على نفيه. يعني الاستدلال بعدم الدليل في الشيء على نفيه. من الاستقرار، الاستحسان، الدليل الباطل. ഇതൊക്കെ വൈറ് വാലിബായ തെളിവുകളാണ്. വൈറ് വാലിബാണെങ്കിലും പരിഗണനീയവും അത് വരുന്നതുമാണ്. അതിനെ ആസ്പദമാക്കിയും നഹ്വിന്റെ ഉസൂലിൽ ചർച്ചകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന് സാമ്പിളിന് പറയാം. വൈരുമാരി ഒന്നും പറഞ്ഞില്ലാന്ന് വേണ്ട. അത് ഇസ്തിഖ്റാർ അത് പെട്ടോ. മറ്റൊക്കെ നിങ്ങൾ ഇൻഷാല്ലാ പറഞ്ഞ ഇതിനെ കൂടി ഭാഗമില്ല. അതൊക്കെ നോക്കി മുത്താലയോട് കിതാബ് ആണെങ്കിൽ ഏതാ ഇതിന് മുത്താല ചെയ്യേണ്ട കിതാബ് എന്നൊക്കെ പറയല. സുയൂത്തി ഇമാമിന്റെ ഈ തഫ്സീറാണ്. ഇബ്നുൽ അംബാരിയുടെ ദുമാഉൽ അദില്ല, ഇബ്നു ജിന്നിയുടെ ഹസായിസ് പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉസൂലുൽ ഫിഖ്ഹ്, ഉസൂലുൽ നഹ്വിൽ നമുക്ക് മുത്താല ചെയ്യാൻ പറ്റിയ ഉഷാറായ നല്ല ഗ്രന്ഥങ്ങളാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പറഞ്ഞു ഇസ്തിഖ്റാർ, അതിന്റെ വൈറ് വാലിബിൽപ്പെട്ട ഒന്നാണ് ഇസ്തിഖ്റാർ. ഇസ്തിഖ്റാർ പരിശോധിച്ചു കൊണ്ടുക. നമുക്കറിയാം, നമ്മുടെ ദശോദികളൊക്കെ പഠിച്ചാണ് ഇസ്തിഖ്റാർ, താമുണ്ട്, നാക്കിസുണ്ട്, ഇങ്ങനെയൊക്കെ. ഇപ്പൊ സാമ്പിൾ ഇവിടെ നമുക്ക് ഉദാഹരണം പറയാം. ഇസ്മ 3 ഇനാണ് അല്ലേ? അൽകലിമാതു ലൈസ ഫീഹാ ഖുൽഫുൻ, അൽഇസ്മു സുമ്മൽ ഫിഅലു സുമ്മൽ ഹർഫു. കലിമാത്തിൽ യാതൊരു ഖിലാഫില്ല. ഒന്ന് ഇസ്മ, മറ്റൊന്ന് ഫിഅല്, ഹർഫ്. ഇങ്ങനെ 3 ഇനമാണ്. അപ്പോ പരതി പരിശോധിച്ച് ഇസ്തിഖ്റാർ ചെയ്ത് പരിശോധനകൾ നടത്തിയിട്ട് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ആ ഹദീസാവട്ടെ, കിതാബിലാവട്ടെ, ഖുർആനിലാവട്ടെ, അറബിയുടെ കലാമിലാവട്ടെ, ഇവിടെ നോക്കി പരിശോധിച്ചിട്ട് ഇസ്മു ഫിഅല് ഹർഫ് 3 കണ്ടിട്ടുള്ളൂ. ലാ ബാബിയ ലഹ, 4ാമത്തൊന്നും കാണുന്നില്ല. അതുകൊണ്ട് കലിമത്ത് 3 ഇനമാകുന്നു. ഇസ്മു, ഫിഅല്, ഹർഫ്.
ഇങ്ങനെ ഇസ്തിഖ്റാഅ് നടത്തി കൊണ്ട് പറയുന്ന ഇത് വൈറു വാലിബ അതില്ലത്ത് വൈറു വാലിബത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ അല്പം ചില കാര്യങ്ങള് ബോധപ്പെടുത്തി ഈ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഇനിയിപ്പോ എഴുതി വ്യക്താർത്ഥോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൂട്ടത്തില് വേറൊന്ന് പറയുന്ന സംഗതിയാണ് കലാമുൽ അറബില്. കലാമുൽ അറബ് പറഞ്ഞത് അതിൽ മസ്മൂഅ് രണ്ട് ഇനണ്ട്. മുത്തരിദ് ശാദ്. മുത്തരിദ് ശാദ് ഇങ്ങനെ രണ്ട് ഇനമാണ്. അതിൽ മുത്തരിദ് തന്നെ ഖിയാസൻ വസ്തിഅമാലൻ മുത്തരിദ്. മുത്തരിദ് മൊത്തത്തിൽ രണ്ടിനം മുത്തരിദ് ശാദ്. അതിൽ മുത്തരിദും ശാദും മുത്തരിദ് ഖിയാസൻ വസ്തിഅമാലൻ മുത്തരിദ്. ഷാദ് പോലെ ഖിയാസൻ വസ്തിഅമാലൻ ഷാദ്. ഈ മുത്തരിദ് മറ്റൊന്ന് ഇങ്ങനെ ഇസ്തിഅമാലൻ മുത്തരിദും ഖിയാസൻ ഷാദും തിരിച്ചും ഇങ്ങനെ നാലിനം വരും. അപ്പോ ഖിയാസൻ വസ്തിഅമാലൻ മുത്തരിദാണ്. ഇപ്പൊ നറബത്തു അംറാൻ മറത്തു ബിസൈദി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ജുംലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പേരാണ് ഖിയാസൻ വസ്തിഅമാലൻ മുത്തരിദാണ്. എന്നാൽ ഖിയാസൻ വസ്തിഅമാലൻ ഷാദാണ്. ഉദാഹരണം ഫൗബുൻ മസ്ഊലുൻ സ്വാന യസൂലിന്റെ ഇസ്മൊക്കെ ഫൗബുൻ മസ്ഊലുൻ. മസ്ഊലുൻ എന്ന് പറയുന്നത് അത് ഖിയാസൻ ഷാദാണ്, ഇസ്തിഅമാലുൻ ഷാദാണ്. നമുക്കറിയാം മസ്ഊൽ എന്നാ പറയേണ്ടത്, മസ്ഊലാണ് പറയാം. അങ്ങനെ പറയേണ്ടത് അറിയാലോ. എന്ന് പറയാറുണ്ട്. അത് ഖിയാസൻ ഷാദാണ്, ഇസ്തിഅമാലുൻ ഷാദാണ്. അതുപോലെ എന്നാൽ ഇനി ഇസ്തിഅമാലൻ മുത്തരിദ് ഖിയാസൻ ഷാദാണ്. അതാണ് ഇസ്തസ്വബ ഇസ്തൻവഖ പോലത്തെ ഇസ്തസ്വബ. ഇസ്തസ്വബ എന്ന് പറയുന്നത് അങ്ങനെയല്ല പറയേണ്ടത്, ഇസ്തസ്വാബ എന്നല്ല പറയേണ്ടത്. ഇസ്തഖാമ ഇസ്തഖീം എന്ന് പറയുന്നത് ഇസ്തഖാമ പോലെ ഇസ്തസ്വാബ എന്ന് പറയണം. പക്ഷെ ഇങ്ങനെ വരാറുണ്ട് ഇസ്തസ്വബ ഇസ്തൻവഖ. ഇത് ഇസ്തിഅമാൽ അറിയിച്ചതാണ്. അതിന്റെ ഇസ്തിഅമാൽ അങ്ങനത്തെ അധികമുണ്ട്. ഇസ്തസ്വാബ അസ്തസ്വബഹു എന്നൊക്കെ പറയും. അവിടെ ഇസ്തസ്വാബ എന്നല്ല പറയാം, ഇസ്തസ്വാബ. അപ്പൊ ഇസ്തിഅമാലിന്റെ മുത്തരിദാണ്. ഖിയാസൻ ഷാദാണ്. ഖിയാസൻ നോക്കുമ്പോ ഇസ്തസ്വാബ പറയേണ്ടത്. അപ്പൊ അതിനൊക്കെ നോക്കുമ്പോൾ ഷാദാണ് ഖിയാസ്. പിന്നെ അത് തിരിച്ച് ഇസ്തിഅമാലൻ ഏത് ഷാദ് ഖിയാസൻ മുത്തരിദ്. ഇതാണ് ഇപ്പൊ യദഉ യദഉ എന്നതിന്റെ മാദി. യദഉ വ അമാതു മാദിയ യദഉ വ യദഉ. നമ്മൾ അഞ്ചാറൊക്കെ പഠിച്ചേ. യദഉ യദഉന്റെ മാദിയെ ഒരു ഇതാക്കിയിരിക്കുന്നു, ഇമാത്തിരിക്കുന്നു. അപ്പോ അത് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പൊ യദഉവിന് മാദിയില്ലേ ഉണ്ട്, ചെവാതില്ല, ഉപയോഗിക്കലില്ല. ഖിയാസിൽ അറിയുന്നുണ്ട് മാവിയായ ഫീലല്ലേ, അത് ഖിയാസൻ മുത്തരിദാണ്. ഇസ്തിഅമാലൻ ഷാദ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ.
ചെയ്യാൻ നമുക്ക് തോന്നുകയുമാറാവട്ടെ. എല്ലാ ഫലങ്ങളിലും കിതാബ് കാല ചെയ്യാനും ഒരു അധികരിക്കാനുള്ള തോന്നുകയുമാറാവട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടോ?